നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കബാബ ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് എണ്ണ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളക് ചതച്ചത്, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് അജ്വൈൻ അല്ലെങ്കിൽ അയ്മോദകം, പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചത്, കുറച്ച് ഉപ്പ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും കടലപ്പരിപ്പും കൂടെ വേവിച്ച് വെച്ചേക്കുക, വേവിച്ച് മിക്സിയിൽ അരച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഒരു മുട്ട വേണം, മല്ലിയില. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ആദ്യം എണ്ണ ചൂടാക്കാൻ വെക്കാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അതിനങ്ങ് നേരം പോകും. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടാച്ചാൽ ഞാൻ ഈ ഇറച്ചി വേവിച്ചേക്കുന്നത്. ആദ്യം ഈ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും കടലപ്പരിപ്പും കൂടെ വേവിച്ച് വെച്ചേക്കുന്ന ഇടാം. അത്രയും എന്തോരം ഉണ്ടോ അതനുസരിച്ച് ബാക്കി ചേർത്താൽ മതി. ഇതിൻ്റെ എരിവാന്നു നമ്മുടെ ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്, അയ്മോദകം സ്പൂൺ കണക്കിടണ്ട, ഒരു പിഞ്ച് ഇട്ടേച്ചാൽ മതി. അതിൻ്റെ ഒരു മണം വന്നേച്ചാൽ മതിയേ. പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല. ഇതിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഇറച്ചി വേവിച്ചപ്പം. എന്നാൽ പോരാ, ഒരു ഇച്ചിരി കൂടി ഇടണം. കാര്യം ഞാൻ എപ്പോഴും അറിയാൻ മേല ഒരുപാട് ഉപ്പിടുകയില്ല. നമുക്കിനി ഇതൊരു മിക്സ്ചർ ആക്കുന്ന പോലെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവത്തില്ലേ, ഇത്രയും സാധനത്തിന് കറക്റ്റ് ചെയ്ത് ഉപ്പും വേണമല്ലോ. ആ ഉപ്പ് നോക്കിയേച്ച് എത്ര അതിന് ബാലൻസ് ചെയ്ത് വെച്ചിട്ടേച്ചാൽ മതി. പിന്നെ ഒരു ഇച്ചിരി മല്ലിയില. ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മുട്ട എടുത്തേച്ച് നമ്മൾ ഈ മിക്സ്ചറിനകത്ത് നല്ലോണം ഉപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇനി മുട്ടയ്ക്കകത്തോട് ഉപ്പ് വേണം എന്ന് തോന്നുവാണെങ്കിൽ ഇതിനകത്ത് പോയിട്ട്, കാരണം നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കി അതിനകത്ത് എണ്ണയിലോട്ട് ഇടാൻ പോകുന്നത്, അതുകൊണ്ട് ആ മുട്ടയ്ക്കും കൂടെ ഉപ്പ് വേണം എന്ന് തോന്നുവാന്നേൽ ഇട്ടോ, ഇല്ലെങ്കിൽ മസ്റ്റൊന്നുമല്ല. ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ചേർത്തേക്കുന്ന എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കട്ട്ലേറ്റിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന കൂട്ട് മിക്സ് ചെയ്യുക. ഒട്ടും എന്നാ പറയുക, ആ ചിക്കൻ്റെ എല്ലെന്നല്ല, ആ കട്ടയൊന്നും പാടില്ല. ചിക്കൻ നല്ലോണം അരയണം. എരിവൊക്കെ ഇപ്പം നോക്കി വെച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഇഷ്ടമുള്ളവർ, ആ ഫ്ലേവറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. അതല്ല കുരുമുളകിൻ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇതിന് ബേസ് ഒരു ഫ്ലേവറുണ്ട്, അതാണ് നമ്മൾ കീപ്പ് ചെയ്യാനുള്ളത്. ഇനി എന്നാ ചെയ്യേണ്ടത്, ഇതൊരു സ്ക്യൂവർ, അതായത് കമ്പി പോലത്തെ ഒരു സ്ക്യൂവറുണ്ട്. അതിനകത്തോട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ചേച്ച്, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കുക, സ്ക്യൂവർ എന്നൊക്കെ പറഞ്ഞ് ഇത് തൽക്കാലം ഒരു സ്ക്യൂവറായിട്ട് കരുതണം. അതെങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. സ്ക്യൂവർ ഉണ്ടെങ്കിൽ നടുക്ക് വെച്ചേച്ച് ഇതിനെ ഫുൾ അകത്താക്കി ഇതിരിക്കുകയല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ ആക്കി എടുത്തേച്ച് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുക ചെയ്യുക സ്ക്യൂവറിൽ കബാബ്. ശരിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇടാം. മീറ്റ് ബോൾസ് ആക്കി ചെയ്യാം. അതല്ല കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഏത് ഷേപ്പാണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്തേച്ചാൽ മതി. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം, മീറ്റ് ബോൾസിൻ്റെ ഷേപ്പ് ആക്കാം. നമ്മൾ ശരിക്കും ഉരുളക്കിഴങ്ങിന് പകരമാണു ഈ ഇതിടുന്നത്, കടലപ്പരിപ്പ് ഇടുന്നത്. അതായത് ആ ചിക്കനും ബാക്കി കാര്യങ്ങളൊന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ സപ്പോസ് നമ്മൾ ചേർക്കുന്ന കടലപ്പരിപ്പ് വേവിച്ചെല്ലാം കഴിഞ്ഞിട്ട് അത് ആ ബൈൻഡിങ് എഫക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, ഒരു മുട്ട പൊട്ടിച്ചിനകത്തോട്ട് ഒഴിച്ച് വെച്ച് നല്ലോണം കുഴച്ച് വെച്ചാൽ മതി. ഇനി ഓരോ ഇതും കൂടെ എന്നാന്ന് വെച്ചാൽ, നമുക്ക് സപ്പോസ് ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് മുട്ടയിലോ മുക്കിയേച്ച് ഇതിലിട്ട് വറുക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ലോണം കുഴച്ചതിന് ശേഷം വെറുതെ വറുത്തെടുത്ത് വെച്ചാലും മതി. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുകയല്ല ചെയ്യുക. ഒന്നെങ്കിൽ ഗ്രിൽ പാനിൽ വെച്ചേച്ച് ചുട്ടെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എന്താ പറയുക കനലിൽ വെച്ച് ചുട്ടെടുക്കാം, ഇല്ലെങ്കിൽ ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ഗ്രില്ലിംഗ് പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഇതില്ലെങ്കിൽ ചപ്പാത്തിക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിനകത്ത്
ഉപ്പ് എരിവ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോണം. കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് കബാബാണോ കട്ട്ലേറ്റ് ആണോ അങ്ങനെ അറിയില്ല. ഇതിപ്പോൾ മീറ്റ് ബോളിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് മീറ്റ് ബോളാണോ കട്ട്ലേറ്റ് ആണോ അങ്ങനെ മീറ്റ് ബോൾസ് ആണോ കബാബാണോ എന്നറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ക്യൂറിനകത്ത് ചെയ്യാൻ പറ്റുകയില്ല, ഈ സ്ക്യൂർ ഇല്ലാത്തവർ തന്നെ എടുക്കും അല്ലേ. ഇത് ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ മാക്സിമം ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഏറ്റവും നല്ലത്. കുറേശ്ശെ വറുത്തെടുക്കുന്ന ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ പോലെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒന്നും വേണ്ട, പതുക്കെ വറുത്ത് കോരിയാൽ മതി. ഇതിന് സ്വീറ്റ് ഗാർലിക് സോസ് അതൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നല്ലൊരു ഡിപ്പാണ്. അതല്ല പുതിന ചട്നിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊന്നും വേണ്ട, ഒരു ടൊമാറ്റോ സോസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ, ഏതാണേലും കുഴപ്പമില്ല. ഡീപ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി. ഗ്രിൽ പാനെ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കബാബ് ഗ്രില്ല് ചെയ്താണ് എടുക്കാറുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ല, ഞാൻ ഇതെല്ലാ ഓപ്ഷൻസും തരുന്ന എന്നാന്നോ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എല്ലാം കാണുകയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഗ്രില്ലൊന്നും ചെയ്തിട്ടേ ഇല്ല, ഇതേപോലെ ചെയ്താന്നു ഞാനും പഠിച്ചത്. പിന്നെ ആന്നു ഗ്രിൽ പാനിൽ വെച്ചൊക്കെ ഗ്രില്ല് ചെയ്യാൻ പഠിച്ചത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ പാചകം പഠിച്ച ഒക്കെ എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എൻ്റെ അടുക്കള തന്നെയാണ്, അല്ലാതെ അതിനകത്ത് ഈ അക്കാഡമിക് വൈസ് ഒന്നും പോയി പഠിച്ചതല്ല, സെൽഫ് എക്സ്പീരിയൻസസ് ആണ് എല്ലാം. അതുകൊണ്ട് ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ പഠിച്ചത്. പിന്നെ ഗ്രിൽ പാനിൽ വെച്ചിട്ട് അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ പഠിച്ചെടുത്തേച്ചൊക്കെ ശേഷമാണ് അതിൻ്റെ ഡീപ്പിലേക്ക് പോയത്. കുറച്ച് മുരിഞ്ഞ് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഷാലോ ഫ്രൈ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ. എന്നാന്നറിയാവോ, ഗ്രില്ല് ചെയ്താലും ചിലർക്ക് മുരിഞ്ഞ ഭാഗം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഉള്ളു വരെ അത് മുരിയേല. ഞാൻ എന്നാ ചെയ്യും, ആ ചിറകിൻ്റെ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുരിയുന്നത്. അന്നേരം ആ മുരിയുന്ന ഭാഗമൊക്കെ തിന്നാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതേപോലെ ഒത്തിരി പേര് കാണും, അവർക്കും അങ്ങനെ ആയിരിക്കും ഇഷ്ടം. അപ്പം മുരിയുന്നതും മുരിയാത്തതും ഒക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുത്തേച്ചാൽ മതി. ഇത് ശരിക്കും ഓവൽ ഷേപ്പ് ആക്കാം, സിലിണ്ട്രിക്കൽ ഷേപ്പ് ആക്കാം, ഏതായാലും നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ആ സ്ക്യൂറിനകത്ത് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ അങ്ങനെ. ടേസ്റ്റ് എല്ലാം ഒന്നുപോലെയാണ്. നേരത്തെ ഞാൻ 3-4 അങ്ങനെ ഇട്ടെ. കാര്യം എന്താണെന്നറിയാം, നമ്മൾ എണ്ണയുടെ ചൂട് അങ്ങതും കൂടെ നോക്കണം. എണ്ണയുടെ ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. അപ്പം അതും കൂടെ നോക്കിയേച്ച് വേണം നമ്മൾ ഈ കബാബ് വറുത്തെടുക്കാൻ. പിന്നെ ഗ്രില്ലാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല. എപ്പോഴും ചീനച്ചട്ടിയുടെ ചൂട് നോക്കിയേച്ച് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ മുട്ട വേവണം, ഇതെല്ലാം ഇതിനകത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചേച്ച് വേണം എണ്ണയിലോട്ട് ഇടാനായിട്ട്. എണ്ണ ചൂടാവാൻ സിമ്മേ വെച്ചേച്ച് വേണം നമ്മൾ ഈ പരിപാടി തുടങ്ങാൻ. അപ്പോൾ എല്ലാം ബാലൻസ് ആയി പോവും. പിന്നെ ഇത് നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് മീറ്റ് ബോൾസ് ആണോ അതോ കബാബാണോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. പക്ഷേ ഞാൻ ഇതെന്നാന്നറിയാം, ഒരു വീട്ടമ്മ നിലയ്ക്ക് എല്ലാവർക്കും എളുപ്പത്തിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇതിന് ഓരോ റെസിപ്പിക്കും അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അതിൻ്റേതായ സിഗ്നേച്ചേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ എളുപ്പമാക്കാനും നമ്മുടെ വീടുകളിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി എളുപ്പമാക്കുന്നേ ഉള്ളൂ.